EPFO അല്ലെങ്കിൽ നിങ്ങളുടെ PF. ഈ PF എന്ന് പറയുന്ന സെക്ഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങളാണ് എനിക്ക് ഡെയിലി നിങ്ങളുടെ ഹെൽപ്പ് ലൈൻ മെയിൽ ഐഡിയിലേക്ക് വരാറുള്ളത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട്. ആ വീഡിയോക്ക് താഴെ ഒരുപാട് പേര് കമന്റ് ചെയ്യാറുണ്ട്. 14 ദിവസമായി ഞാൻ ഒരു കാര്യം ചെയ്തിട്ട് ഇത്രയും കാലമായിട്ട് അപ്രൂവ് ആയിട്ടില്ല, PF വിഡ്രോ ചെയ്യാൻ റിക്വസ്റ്റ് കൊടുത്തു, ഇത്രയും കാലമായിട്ട് അത് അപ്രൂവ് ആയി വരുന്നില്ല, അല്ലെങ്കിൽ ആവശ്യമില്ലാതെ റിജക്റ്റ് ആവുകയാണ്, KYC അപ്ഡേറ്റ് ചെയ്തു, ഒന്നും തന്നെ ആയിട്ടില്ല, എൻ്റെ പല ഡീറ്റെയിൽസും ഒരുപാട് തവണ പെൻഡിംഗ് ആണ് കിടക്കുന്നത്, ചില ഇഷ്യൂസ് നിങ്ങൾ എത്ര തവണ ചെയ്താലും ഒന്നും ആവുന്നില്ല, എന്ത് ചെയ്യാം? ഇന്നും കൂടി എനിക്കൊരു മെയിൽ വന്നോളൂ, എവിടെ ഞാനിത് കംപ്ലൈന്റ് ചെയ്യാം, പോയിന്റ് ഓഫ് കംപ്ലൈന്റ് എങ്ങനെയാണ് ഞാൻ ചെയ്യുക, പോയിന്റ് ഓഫ് കോൺടാക്ട് ആരാണ് എന്ന് ചോദിച്ചിട്ട്. അപ്പൊ നമുക്കത് എങ്ങനെയാണ് PF-ഉമായിട്ട് റിലേറ്റ് ആയിട്ട് ഇഷ്യൂസ്, കുറെ കാലമായിട്ട് നിങ്ങൾക്ക് ഈ ഇഷ്യൂസ് ഉണ്ട്, അത് എങ്ങനെയാണ് നിങ്ങൾ കംപ്ലൈന്റ് ചെയ്യുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. സോ ഇത് കുറച്ച് ലെങ്ത് ഉണ്ടാവും. അപ്പൊ ആ വീഡിയോയിൽ നമ്മൾ ഓൺലൈനായിട്ട് കംപ്ലൈന്റ് ചെയ്യുന്ന രീതി, ബാക്കി കോൺടാക്ട് ഡീറ്റെയിൽസ് എങ്ങനെ എടുക്കേണ്ട രീതി ഞാൻ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ദിസ് ഈസ് ബാബു മധുസൂദനൻ. വെൽക്കം ടു മല്ലു ഹെൽപ്പ് ലൈൻ. സോ PF-ൽ നിങ്ങൾക്കുള്ള ഇഷ്യൂ അനുസരിച്ചാണ് നമ്മൾ ഇതിൽ കംപ്ലൈന്റ് കൊടുക്കേണ്ട രീതി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ കാര്യങ്ങളോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമെയിൽ തന്നെ അയക്കാം. employee@epfindia.gov.in ഇതാണ് അതിന്റെ ഇമെയിൽ ID എന്ന് പറയുന്നത്. ഞാൻ എന്തായാലും അത് സ്ക്രീനിൽ ഡിസ്പ്ലേയിൽ കാണിക്കാം. ഈ ഒരു ഇമെയിൽ IDയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ UIN നമ്പർ, നിങ്ങളുടെ പേര്, വിവര ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട് നിങ്ങളുടെ എന്താണോ ക്വയറി എന്ന് വെച്ചാൽ അത് നിങ്ങൾ മെയിൽ അയച്ചു കഴിഞ്ഞാൽ അവര് അത് വർക്കിംഗ് ഡേയിലാണെന്നുണ്ടെങ്കിൽ അവരുടെ വർക്കിംഗ് ടൈമിൽ അവരതിന് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. അതിന്റെ കസ്റ്റമർ കെയറിന്റെ മാതിരിയാണത്. അല്ലെങ്കിൽ നമുക്ക് ഇതിനൊരു കോൺടാക്ട് നമ്പർ ഉണ്ട്, 14470. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ. ഈ 14470 എന്ന് പറയുന്ന നമ്പർ നമ്മൾ വന്നിട്ട് രാവിലെ 7 മണി മുതൽ രാത്രി 9 മണി വരെയാണ് ഇതിന്റെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത്. സോ ഇതും ബേസിക്കലി വർക്കിംഗ് ഡേയ്സിലാണ് ഉണ്ടാവുക. സോ ഗവൺമെന്റിന്റെ ഒരു കസ്റ്റമർ കെയർ തന്നെയാണ്. സോ PF റിലേറ്റഡ് ആയിട്ടുള്ള ക്വയറീസ് എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കസ്റ്റമർ കെയറിലേക്ക്, ഈ നമ്പറിലേക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. ഓക്കെ, സോ അത് മെയിൻ ആയിട്ട് ഇംഗ്ലീഷ്, ഹിന്ദി എന്ന രീതിയിൽ ലാംഗ്വേജസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഒരു രണ്ട് സംഭവങ്ങളല്ലാതെ നമുക്കിപ്പോൾ വേറെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് PF ഓഫീസിൽ, ഞാൻ ചില റെസ്പോൺസർ ഞാൻ PF ഓഫീസിലേക്ക് വിളിച്ചു ചോദിക്കുന്നു. അപ്പോൾ പണ്ട് ഞാൻ ഒരുപാട് പേരുടെ കമന്റിൽ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്, PF ഓഫീസിലേക്ക് വിളിച്ചു ചോദിക്കുന്നു. അപ്പൊ നിങ്ങളുടെ റീജിയണൽ ഓഫീസിന്റെ നമ്പർ നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാം. അതിനായിട്ട് EPF റീജിയണൽ ഓഫീസ് കോണ്ടാക്ട് നമ്പർ എന്ന് അടിക്കുമ്പോൾ നമുക്ക് ഒരു PDF വരും. ഇതേ EPF-ന്റെ വെബ്സൈറ്റിൽ തന്നെ ഒരു PDF വരും. ആ PDF ഓപ്പൺ ചെയ്ത് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? സോ നമ്മളുടെ എല്ലാ റീജിയണൽ ഓഫീസസിന്റെയും ഡീറ്റെയിൽസ്, കോൺടാക്ട് നമ്പർ ഇവിടെ ഉണ്ടാവും. ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ആണ് ഇത് മൊത്തം. ഈ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സിലേക്ക് വിളിച്ച് നിങ്ങളുടെ ഇഷ്യൂസ് നിങ്ങൾക്ക് പറയാവുന്നതാണ്. സോ ഇവിടെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പൊ നമ്മൾ ജസ്റ്റ് തിരുവനന്തപുരം എന്ന് ടൈപ്പ് ചെയ്താൽ കണ്ടില്ലേ, തിരുവനന്തപുരത്തിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് ഈ ഒരു കാണുന്നത്. റീജിയണൽ ഓഫീസിന്റെ ഡീറ്റെയിൽസ് ആണ്. സോ ഇങ്ങനെ ഈ ഒരു നമ്പർ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് വിളിച്ച് കംപ്ലൈന്റ് പറയാം. പക്ഷേ ഇതൊന്നും അല്ലാതെ നമുക്ക് വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നമുക്ക് ഗ്രീവിയൻസ് റേസ് ചെയ്യാം. ഒരുപാട് പേരുടെ കമന്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും EPF ഗ്രീവിയൻസ് റേസ് ചെയ്യൂ. അപ്പൊ എങ്ങനെയാണ് ഗ്രീവിയൻസ് റേസ് ചെയ്യാന്ന് നമുക്ക് നോക്കാം. സോ അതിനായിട്ട് നമ്മൾ ബ്രൗസറിൽ EPF ഗ്രീവിയൻസ് എന്ന് ടൈപ്പ് ചെയ്യാം. എന്റർ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഫസ്റ്റ് വെബ്സൈറ്റ് തന്നെ നമുക്ക് അതിന്റെ അരികെ വരിക, epfigms.gov.in ഗ്രീവിയൻസ്. സോ നമ്മൾ ഈ ഗ്രീവിയൻസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സോ വെബ്സൈറ്റ് ലോഗിൻ ആയി ഇങ്ങനെയാണ് കാണിക്കുക. സോ ഇതിൽ നിങ്ങൾക്ക് 4 ഓപ്ഷൻ ചോദിക്കും. നിങ്ങൾ PF മെമ്പർ ആണോ, നിങ്ങൾ EPS പെൻഷനർ ആണോ, പെൻഷൻ വാങ്ങിക്കൊണ്ടിരുന്ന വ്യക്തിയാണോ, എംപ്ലോയർ ആണോ, അതേഴ്സ് ആണോ എന്നുള്ളത്. നിങ്ങൾക്ക് UIN നമ്പർ നിങ്ങളുടെ അറിയാമെങ്കിൽ, അതല്ല UIN നമ്പറോ PPO നമ്പർ എന്ന് പറയുന്നത് പെൻഷന്റെ നമ്പറാണ്, പെൻഷൻ ഓർഡർ നമ്പറാണ്, അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് നമ്പർ കമ്പനികൾക്കുള്ളതാണ്. സോ നമുക്ക് ആദ്യത്തെ 2 ഓപ്ഷൻ മാത്രമാണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ UIN നമ്പറോ അല്ലെങ്കിൽ PPO നമ്പർ അറിയാമെങ്കിൽ നിങ്ങൾ ഈ ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് മുന്നോട്ട് പോവുക. UIN നമ്പർ ആണെങ്കിൽ PF മെമ്പർ സെലക്ട് ചെയ്യുക, PPO നമ്പർ ആണ് നിങ്ങൾ പെൻഷനർ ആണെങ്കിൽ EPS പെൻഷൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഈ ഡീറ്റെയിൽസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അതേഴ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്യാവുള്ളൂ. സോ നമ്മളിവിടെ PF മെമ്പർ എന്ന് പറയുന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്താൽ അടുത്ത ചോദ്യം തന്നെ നിങ്ങളുടെ ക്ലെയിം ID നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നാണ്. നിങ്ങളുടെ ക്ലെയിം ID നിങ്ങളുടെ ഉണ്ടെന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക. എങ്ങനെയും പ്രൊസീജിയർ സെയിം ആണ്. സോ ഞാനിവിടെ എന്തായാലും നോ കൊടുക്കുകയാണ്, ഡെമോ ഒക്കെ ആയതുകൊണ്ട്. അതിനുശേഷം നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ UIN നമ്പർ ഇവിടെ എൻ്റർ ചെയ്യണം. അതിനുശേഷം ഇവിടെ കാണുന്ന സെക്യൂരിറ്റി കോഡ് ഈ ഒരു താഴത്തെ എൻ്റർ ചെയ്ത് ഗെറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സെക്യൂരിറ്റി കോഡ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു റിഫ്രഷ് ബട്ടണിൽ കൊടുത്താൽ അടുത്ത സെക്യൂരിറ്റി കോഡ് വരുന്നതായിരിക്കും. സോ ഈ ഡീറ്റെയിൽസ് കൊടുത്ത് ഗെറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സോ ഗെറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് താഴെ അവരുടെ ഡീറ്റെയിൽസ് കാണിക്കും. ഫുൾ ഡീറ്റെയിൽസ് കാണിക്കില്ല. ഈ ഒരു ഡീറ്റെയിൽസിൽ താഴെ ഗെറ്റ് OTP എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സോ നിങ്ങൾ അവിടെ ഗെറ്റ് OTP കൊടുക്കുമ്പോൾ ഒരു OTP മൊബൈൽ നമ്പറിലേക്ക് വരും, രജിസ്റ്റർഡ് മൊബൈൽ നമ്പറിലേക്ക്. മൊബൈൽ നമ്പറിൽ OTP എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ OTP വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് കാണിക്കും. അതിൽ ഓക്കെ കൊടുക്കാം. ഇനി താഴത്തോട്ട് വന്നു കഴിയുമ്പോൾ
പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കേണ്ട സെക്ഷനാണ്. ജെൻഡർ, മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് കൊടുക്കുക. അഡ്രസ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അഡ്രസ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. ഇത് മാൻഡേറ്റ് അല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓൾറെഡി നിങ്ങളുടെ PF ഡീറ്റെയിൽസ് ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ അഡ്രസ് ഇവിടെ മെൻഷൻ ചെയ്യണമെങ്കിൽ മെൻഷൻ ചെയ്യാം. കൺട്രി, സ്റ്റേറ്റ് ഏതാ വെച്ചാൽ സ്റ്റേറ്റ് കൊടുക്കുക. ഒരു ആൾട്ടർനേറ്റ് കോൺടാക്ട് നമ്പർ കൊടുക്കുക. ഇത് മാൻഡേറ്റ് അല്ല, പക്ഷെ എന്നാലും കൊടുത്തേക്കുക. എന്നിട്ട് സെക്യൂരിറ്റി കോഡ് എൻ്റർ ചെയ്യുക. ഇവിടെ താഴെ നിങ്ങൾ വർക്ക് ചെയ്ത എത്ര കമ്പനിയിൽ നിങ്ങൾ വർക്ക് ചെയ്തു അത്രയും മെമ്പർ ഐ ഡി ഇവിടെ താഴെ കാണിക്കും. നിങ്ങൾ അവിടെ വർക്ക് ചെയ്ത ഒരു കമ്പനിയിൽ ഒരേ മെമ്പർ ഐ ഡി മാത്രമേ കാണിക്കുള്ളൂ. സോ നിങ്ങൾക്ക് ഇതിൽ ഏത് മെമ്പർ ഐ ഡിയുടെ മുകളിലാണ് നിങ്ങൾ കംപ്ലൈന്റ് റേസ് ചെയ്യാൻ പോകുന്നുള്ള ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. സോ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോഡ് ആവും. അതേഴ്സ് എന്നൊരു സെക്ഷൻ ഉണ്ട്. ഇതൊന്നും അല്ല വേറെ ആണെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യാം. സോ ഏതെങ്കിലും ഒരു മെമ്പർ ഐ ഡിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഞാനിവിടെ അതേഴ്സ് ആണ് ക്ലിക്ക് ചെയ്തത് കാരണം ഇത് ഡെമോ ഒക്കെ ആയതുകൊണ്ട് മാത്രം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ലോഡായി വരും. സോ ഇവിടെ നമുക്ക് PF നമ്പർ ചോദിക്കും. കാരണം നമ്മൾ അവിടെ PF നമ്പർ ഉള്ളതിനാണ് നമ്മൾ സെലക്ട് ചെയ്തെങ്കിൽ ആ PF നമ്പർ ഇവിടെ ഓട്ടോമാറ്റിക്കലി ലോഡ് ആവും. അത്രേ ഉള്ളൂ. സോ ഇവിടെ നമുക്ക് PF നമ്പർ ഞാൻ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഇവിടെ PF നമ്പർ ചോദിക്കും മുകളിൽ. അതിനുശേഷം അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ PF ഓഫീസ്. ഇത് എന്തിനെ കുറിച്ചുള്ള കംപ്ലൈന്റ് ആണ് നിങ്ങൾ കൊടുക്കുന്നതെന്നാണ്. PF ഓഫീസിനെ കുറിച്ചുള്ള കംപ്ലൈന്റ് ആണോ, എംപ്ലോയറിനെ കുറിച്ചുള്ള കംപ്ലൈന്റ് ആണോ, EDLI കുറിച്ചുള്ള കംപ്ലൈന്റ് ആണോ, അല്ലെങ്കിൽ പ്രീ പെൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലൈന്റ് ആണോ? EDLI എന്ന് പറയുന്നത് എംപ്ലോയീസ് ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീം ആണ്. ഓക്കെ, സോ ഇതിൽ ഏതിനെ കുറിച്ചാണ് നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കുന്നത്? അപ്പൊ നമ്മളിപ്പോൾ PF ഓഫീസ് ആണെന്ന് പറഞ്ഞ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഗ്രീവൻസ് കാറ്റഗറിക്ക് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണിക്കും. ഫൈനൽ PF വിഡ്രോവൽ എന്നതിനെ കുറിച്ചുള്ള ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ പാസ്ബുക്ക് റിലേറ്റഡ് ഇഷ്യൂസ്. നമ്മുടെ PFന്റെ പാസ്ബുക്ക് ആണ് കേട്ടോ, ബാങ്ക് പാസ്ബുക്ക് അല്ല. PF പാസ്ബുക്കിലെ ഡീറ്റെയിൽസ് കാണിക്കുന്നില്ല. KYC ആണ്. അതിൽ നമുക്ക് എന്തൊക്കെ ഇഷ്യൂസ് ആണോ അതെല്ലാം ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. എമൗണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്ലെയിം സെറ്റിൽമെന്റ് കഴിഞ്ഞ ശേഷം കുറെ പേര് പറഞ്ഞിട്ടുണ്ടാവും എമൗണ്ട് ബാങ്കിലേക്ക് വന്നിട്ടില്ല. അങ്ങനെയുള്ള എല്ലാ ഇഷ്യൂസും ഇവിടെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം എംപ്ലോയർ ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പൊ PF ഓഫീസിലാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, ഇത്രയും ഓപ്ഷൻസ് കാണിക്കുന്നില്ലേ? ഈ നമ്മൾ എംപ്ലോയർ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കാണിക്കുന്ന ഓപ്ഷൻ കണ്ടില്ലേ, ഇതാ എംപ്ലോയറിന്റെ സൈഡിൽ നിന്നും നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ ഇഷ്യൂസും ഇവിടെ കാണിക്കുന്നുണ്ട്. കണ്ടല്ലോ, അപ്പൊ നമ്മുടെ സാലറിയിൽ നിന്ന് PF കോൺട്രിബ്യൂഷൻ എടുത്തു, പക്ഷെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടില്ല. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. KYC റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് ഉണ്ട്, UN റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ട്. അങ്ങനെ ഒരുപാട്, അല്ലെങ്കിൽ PF ബെനിഫിറ്റ് ഒരു സ്പെസിഫിക് പീരീഡിലേക്ക് നമുക്ക് PF ബെനിഫിറ്റ് തന്നിട്ടില്ല. ഒരുപാട് ഇഷ്യൂസ് നിങ്ങൾ എന്നോട് പറയാറുള്ള ഇഷ്യൂസ് ഒക്കെ തന്നെയാണ്. ഇതിലുള്ള ഇഷ്യൂസ് ഏതാണെന്ന് വെച്ചാൽ ആ ഇഷ്യൂസ് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം ആ ഇഷ്യൂസിന് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അപ്ലോഡ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞ സെക്ഷൻ മാൻഡേറ്റ് അല്ല, പക്ഷെ നിങ്ങൾ എന്തിനെ കുറിച്ചുള്ള നമ്മൾ കംപ്ലൈന്റ് കൊടുക്കുകയാണെങ്കിലും അതിന് സ്പെസിഫിക് ആയിട്ട് ഡോക്യുമെന്റ് നിങ്ങളുടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്കാൻ ചെയ്ത് PDF ഫോർമാറ്റ് ആക്കിയതിനു ശേഷം ഇവിടെ നമ്മുടെ ചൂസ് ഫയൽ പോവുക, അറ്റാച്ച് ചെയ്യുക. ചൂസ് ഫയൽ ചെയ്തതിനു ശേഷം അറ്റാച്ച് ചെയ്താൽ ആ ഒരു ഫയലിലൂടെ അറ്റാച്ച് ആവുന്നതായിരിക്കും. അതിനുശേഷം ആഡ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഞാൻ ഡെമോയ്ക്ക് വേണ്ടി എന്തെങ്കിലും കൊടുക്കാം. സോ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ അത്രയും ഡീറ്റെയിൽസ് കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ താഴെ നമ്മുടെ ഗ്രീവൻസ് ഡീറ്റെയിൽസ് സെക്ഷനിൽ നമ്മുടെ PF നമ്പർ, എന്തിനെ കുറിച്ചുള്ള ഗ്രീവൻസ് ആണ് ഡീറ്റെയിൽസ് കാണാം. ഇനി നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ എഡിറ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അല്ല എഡിറ്റ് അല്ല നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഇത് തെറ്റാണ് റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്ത് വീണ്ടും ആഡ് ചെയ്യാം. അതിനുശേഷം സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ PFന്റെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ. ഇപ്പൊ ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ, അത് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത ഒരു നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കും. നിങ്ങൾ വേണമെങ്കിൽ പ്രിന്റ് ചെയ്തിട്ട് അത് കോപ്പി ആയിട്ട് വെക്കാം, അല്ലാതെ നിങ്ങൾക്ക് നമ്പർ നോട്ട് ചെയ്ത് വെച്ചാലും മതി. സോ എന്തായാലും ഇത് കൊടുത്തതിന് ശേഷം നമ്മൾ കംപ്ലൈന്റ് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിന്റെ സ്റ്റേറ്റസ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഹോം പേജിൽ തന്നെ വ്യൂ സ്റ്റേറ്റസ് എന്ന് പറഞ്ഞ സെക്ഷൻ കണ്ടില്ലേ, ഈ വ്യൂ സ്റ്റേറ്റസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ രജിസ്ട്രേഷൻ നമ്പർ വരും പറഞ്ഞു, ആ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ കൊടുക്കുക. നിങ്ങളുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ് ഇവിടെ കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ ഈ സെക്യൂരിറ്റി കോഡ് എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് അതിന്റെ സ്റ്റേറ്റസ്, ആ ഒരു രജിസ്ട്രേഷൻ നമ്പറിന്റെ സ്റ്റേറ്റസ് ഇങ്ങനെ അറിയാവുന്നതാണ്. സോ നിങ്ങൾ ഇങ്ങനെ കൊടുക്കുന്ന കംപ്ലൈന്റുകളെല്ലാം PFന്റെ ഹെഡ് ഓഫീസിലേക്ക് പോകുന്നതായിരിക്കും. അതിന് എന്താണോ അതിന് ഇഷ്യൂ അത് എത്രയും പെട്ടെന്ന് നടപടിയായി അവർ മാറ്റി തരുന്നതായിരിക്കും. സോ ഇങ്ങനെയുള്ള ഗ്രീവൻസ് ആണ് ഞാൻ റേസ് ചെയ്യാൻ എല്ലാ കമന്റുകളിലും. നിങ്ങളുടെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ ചുറ്റുന്നുള്ളതെന്ന് പറഞ്ഞിട്ട് വിടരുത്, ഉറപ്പായിട്ടും കംപ്ലൈന്റ് റേസ് ചെയ്യുക. അതെന്തായാലും അതിന് തക്കതായ നടപടി അവരെടുക്കുന്നതായിരിക്കും. സോ ഇങ്ങനെ ഈ ഒരു ഡീറ്റെയിൽസ് മുഴുവനായിട്ട് നിങ്ങൾ കണ്ടു ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് അറിയിക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ ഞാൻ PFന്റെ വീഡിയോയിൽ ടാഗ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.